1999 സമുദ്രനിരപ്പിൽ നിന്നും 18,000 അടി ഉയരം, കൊടും തണുപ്പും കുത്തനെയുള്ള മലനിരകളും. അവിടെ പതുങ്ങിയിരുന്ന ശത്രുവിനെ നേരിടുക എന്നത് ലോകത്തിലെ ഏതൊരു സൈന്യത്തിനും അസാധ്യമായ ഒന്നായിരുന്നു. പക്ഷേ ഭാരതത്തിന്റെ വീരപുത്രന്മാർ അസാധ്യമായതിനെ സാധ്യമാക്കി. ടൈഗർ ഹില്ലിലും ടെലോലോങ്ങിലും നമ്മുടെ ജവാന്മാർ ധീരതയോടെ പോരാടി. ആ പോരാട്ടത്തിന് അവരെ സഹായിച്ച 10 നിർണായക ആയുധങ്ങൾ ഏതൊക്കെയാണെന്ന് ഇന്ന് നമുക്ക് നോക്കാം. വെൽക്കം ടു എലിഫന്റ് തിങ്സ്. എന്തുകൊണ്ടായിരുന്നു കാർഗിൽ ഇത്രയും ദുഷ്കരം? കാർഗിലിൽ ഒരു സാധാരണ യുദ്ധമായിരുന്നില്ല. -20 ഡിഗ്രി തണുപ്പ്, ശ്വസിക്കാൻ ഓക്സിജൻ പോലുമില്ലാത്ത ഉയരം, 80 ഡിഗ്രി ചെരിവുള്ള മലകൾ. മലമുകളിലെ ഒളിവിൽ ശത്രുക്കൾ അതീവ സുരക്ഷിതമായിരിക്കുമ്പോൾ ഇന്ത്യൻ സൈന്യത്തിന് താഴെ നിന്ന് മുകളിലേക്ക് നോക്കി പോരാടേണ്ടി വന്നു. ഈ പ്രതികൂല സാഹചര്യങ്ങളെ മറികടക്കാൻ ചില ആയുധങ്ങളാണ് ഇന്ത്യയെ തുണച്ചത്. ബോഫോഴ്സ് 77B, വിജയത്തിന്റെ ശില്പി, കാർഗിലിലെ യഥാർത്ഥ ഹീറോ. രാഷ്ട്രീയ വിവാദങ്ങൾക്കിടയിലും യുദ്ധക്കളത്തിൽ ബോഫോഴ്സ് തന്റെ കരുത്തു തെളിയിച്ചു. പീരങ്കി കുത്തനെ ഉയർത്തി വെടിയുതിർക്കാനുള്ള ഇതിന്റെ കഴിവ് മലമുകളിലെ ശത്രു ബങ്കറുകളെ തകർക്കാൻ സഹായിച്ചു. ഒരു ദിവസം 5000-ലധികം ഷെല്ലുകൾ വരെ ബോഫോഴ്സ് വർഷിച്ചിട്ടുണ്ട്. ലോകമഹായുദ്ധങ്ങൾക്ക് ശേഷം ഇത്രയും വലിയ രീതിയിൽ പീരങ്കികൾ ഉപയോഗിച്ചത് കാർഗിലായിരുന്നു. ഇതിന് സ്മരണയ്ക്കായി ദ്രാസ് മേഖലയിലെ ഒരു മലയെ ഗൺ ഹിൽ എന്നാണ് വിളിക്കുന്നത്. മിറാഷ് 2000, ആകാശത്തെ കൃത്യത, വ്യോമസേനയുടെ തുറുപ്പുചീട്ട്. ഇന്ത്യ ആദ്യമായി ലേസർ ഗൈഡഡ് ബോംബുകൾ ഉപയോഗിച്ചത് മിറാഷിലൂടെയാണ്. ശത്രുക്കളുടെ കമാൻഡ് പോസ്റ്റുകളും ഇന്ധന സംഭരണകളും കൃത്യതയോടെ തകർക്കാൻ മിറാഷ് സഹായിച്ചു. സാധാരണ ബോംബുകൾക്ക് തകർക്കാൻ കഴിയാത്ത പാറക്കെട്ടുകളിലെ ബങ്കറുകളെ തകർക്കാൻ ഈ ബങ്കർ ബസ്റ്റർ മിഷനുകൾ നിർണായകമായി. MiG-29, ആകാശത്തെ കവചം. മിറാഷ് വിമാനങ്ങൾ ബോംബിടുമ്പോൾ അവർക്ക് കവചമായി നിന്നത് MiG-29 ആണ്. ഇതിൽ ഘടിപ്പിച്ചിരുന്ന R-77 മിസൈലുകൾ പാകിസ്ഥാന്റെ F-16 വിമാനങ്ങൾ ഭയപ്പെട്ടിരുന്നു. MiG-29 ആകാശത്തുള്ളിടത്തോളം പാക് വിമാനങ്ങൾ അതിർത്തി കടക്കാൻ ധൈര്യപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ആകാശത്ത് പൂർണ്ണ മേധാവിത്വം ലഭിച്ചു. MiG-21, വിശ്വസ്തനായ പോരാളി. പഴയതാണെങ്കിലും കാർഗിലിലെ ഇടുങ്ങിയ മലനിരകൾക്കിടയിലൂടെ നിരീക്ഷണ ദൗത്യങ്ങൾക്കും പരിമിതമായ ആക്രമണങ്ങൾക്കും MiG-21 ഉപയോഗിച്ചു. വലിയ വെല്ലുവിളികൾ നേരിടേണ്ടി വന്നിട്ടും വ്യോമസേനയുടെ പ്രധാന സാന്നിധ്യമായി MiG-21 മാറി. ഇൻസാസ് റൈഫിൾ, സൈനികന്റെ കൂട്ട്. കാർഗിൽ യുദ്ധകാലത്താണ് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഇൻസാസ് റൈഫിളുകൾ വ്യാപകമായി ഉപയോഗിക്കുന്നത്. ഭാരം കുറവായതുകൊണ്ടും മല കയറുന്ന സൈനികർക്ക് ഇത് സൗകര്യമായിരുന്നു. എന്നാൽ അത്യന്തം തണുപ്പുള്ള സാഹചര്യത്തിൽ മാഗസിൻ വീഴുന്നത് പോലുള്ള ചില സാങ്കേതിക വെല്ലുവിളികൾ ഇതിന് നേരിടേണ്ടി വന്നു. എങ്കിലും ആ പരിമിതികൾക്കിടയിലും നമ്മുടെ സൈനികർ ഇതുപയോഗിച്ച് ദൗത്യങ്ങൾ പൂർത്തിയാക്കി. സെർച്ചർ UAV, ആകാശത്തെ രഹസ്യക്കണ്ണ്. യുദ്ധക്കളത്തിലും ശത്രു എവിടെയാണെന്ന് കൃത്യമായി അറിയാൻ ഇന്ത്യ ഇസ്രായേൽ നിർമ്മിത സെർച്ചർ MK-1 ഡ്രോണുകൾ ഉപയോഗിച്ചു. റഡാർ വിവരങ്ങൾ നൽകാനും പീരങ്കികൾക്ക് കൃത്യമായ ലക്ഷ്യസ്ഥാനം കാണിച്ചു കൊടുക്കാനും ഈ ഡ്രോണുകൾ വലിയ പങ്ക് വഹിച്ചു. ആധുനിക ഡ്രോൺ യുദ്ധമുറയുടെ വിത്തുകൾ കാർഗിൽ പാകിയത് ഇവനാണ്. T-72 ടാങ്ക്സ്, അപ്രതീക്ഷിത കരുത്തു. ടാങ്കുകൾ സാധാരണ സമതലങ്ങളിലാണ് കാണാറുള്ളത്. എന്നാൽ ലഡാക്ക് മേഖലയിലെ ഉയർന്ന പ്രദേശങ്ങളിൽ T-72 അജയ ടാങ്കുകൾ വിന്യസിച്ച് ഇന്ത്യ പാകിസ്ഥാനെ ഞെട്ടിച്ചു. നേരിട്ടുള്ള ആക്രമണത്തെക്കാൾ ഉപരിയായി ശത്രുവിന് അപ്രതീക്ഷിത സമ്മർദ്ദം നൽകാനും നമ്മുടെ പീരങ്കികൾക്ക് സപ്പോർട്ട് നൽകാനുമാണ് ടാങ്കുകൾ ഉപയോഗിച്ചത്. Mi-17 ഹെലികോപ്റ്റേഴ്സ്, ജീവരക്ഷാ ചിറകുകൾ. കാർഗിലിലെ ലോജിസ്റ്റിക്സിന്റെ നട്ടെല്ലായിരുന്നു Mi-17 ഹെലികോപ്റ്ററുകൾ. ഭക്ഷണം എത്തിക്കാനും പരിക്കേറ്റ ജവാന്മാരെ അതിവേഗം താഴേക്കെത്തിക്കാനും ഈ വിമാനങ്ങൾ രാപ്പകൽ പണിയെടുത്തു. ആയുധങ്ങൾ ഘടിപ്പിച്ച് ശത്രു കേന്ദ്രങ്ങളെ ആക്രമിക്കാനും ഈ കരുത്തൻ ഹെലികോപ്റ്റർ സജ്ജമായിരുന്നു. BM-21 ഗ്രാഡ്, അഗ്നിപർവ്വതം. 1 മിനിറ്റിനുള്ളിൽ 100 കണക്കിന് റോക്കറ്റുകൾ ഒരേ സമയം വിക്ഷേപിക്കാൻ കഴിയുന്ന മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചർ. പാക് സൈന്യം ഒളിച്ചിരുന്ന വലിയൊരു പ്രദേശത്തെ മുഴുവനായി തകർക്കാൻ ഗ്രേഡ് റോക്കറ്റുകൾക്ക് സാധിച്ചു. ആകാശത്തു നിന്നും അഗ്നിവർഷം പോലെ പെയ്തിറങ്ങിയ ഈ റോക്കറ്റുകൾ ശത്രുവിന്റെ ആത്മവീര്യം തകർത്തു. സാങ്കേതിക വിദ്യക്ക് അപ്പുറമുള്ള കരുത്ത്. ഒടുവിൽ 10ാമത്തെ ആയുധം ഇതൊന്നുമല്ല, അത് നമ്മുടെ സൈനികരുടെ അചഞ്ചലമായ മനോധൈര്യമാണ്. ഏത് അത്യാധുനിക ആയുധത്തെക്കാളും ഉയരത്തിലായിരുന്നു ഭാരതീയ സൈനികന്റെ നിശ്ചയദാർഢ്യം. ഓരോ വെടിയുണ്ടയ്ക്കും പിന്നിൽ ഒരു ജവാന്റെ ജീവൻ പണയപ്പെടുത്തിയുള്ള പോരാട്ടമുണ്ടായിരുന്നു. കാർഗിലിലെ വിജയം ആയുധങ്ങളുടെയും സൈനികരുടെ വീര്യത്തിന്റെയും ഒത്തുചേരലായിരുന്നു.
ഈ 10 ആയുധങ്ങളിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് ഏതാണ്? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ. ഈ വീഡിയോയിൽ നമ്മൾ കണ്ടത് ആയുധങ്ങളെ കുറിച്ചാണ്. ഇതുപോലുള്ള പ്രതിരോധ വാർത്തകൾക്കായി എലിഫന്റ് തിങ്സ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം.